അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് 8ാം ക്ലാസ്സിൽ. അടുത്തത് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കറിയാം, ഇതാണ് ഒരു റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം. ഇതിൻ്റെ ഇവിടെ പിടിച്ച് നമ്മളൊരു തട്ട് കൊടുക്കുവാണ്. ആ തട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ റെക്റ്റാങ്കിൾ ഇത് ഇങ്ങനെയാവും അല്ലേ. ഈ മേളത്തത് മാത്രം നമ്മളൊന്ന് തട്ടി, അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഇങ്ങനെ ആയില്ലേ, അതായത് ഒന്ന് ചരിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഫിഗറിനെ പറയുന്ന പേരാണ് പാരലലോഗ്രാം. എന്താണ് മലയാളത്തിൽ പറയും? സമാന്തരികം. ഇംഗ്ലീഷിൽ പറയുന്നത് പാരലലോഗ്രാം. പാരലോഗ്രാം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഈ ഫിഗറിനെ പറയുന്ന പേരാണെന്ത്? പാരലലോഗ്രാം. ഇതിങ്ങനെ കുറച്ച് ചരിഞ്ഞിരിക്കുന്ന ഫിഗർ. ഇപ്പം ഏകദേശം കറക്റ്റായല്ലോ? കറക്റ്റായി. അതായത് ഇവിടെ പിടിച്ച് നമ്മളൊരു തട്ട് കൊടുത്തപ്പോൾ ഇതൊന്ന് ചരിയും. ഈ ഫിഗറിനെ പറയുന്ന പേരാണ് പാരലോഗ്രാം. നമുക്കിതിനൊരു പേര് കൊടുക്കാം, എ ബി സി ഡി. അപ്പോൾ എ ബി സി ഡി ഒരു പാരലോഗ്രാമാണ്, ഒരു സാമാന്തരികമാണ്. എ ബി സി ഡി പാരലോഗ്രാമാണ്, സാമാന്തരികമാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയാം. ഇതിന് 4 സൈഡുകളുണ്ട്. ഏതൊക്കെയാണ്? എ ബിയും സി ഡിയും എ ഡിയും ബി സി. ഇത് പരസ്പരം പാരലലായിരിക്കും അല്ലെങ്കിൽ സമാന്തരമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 2 ലൈൻസ് പാരലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ടിമുട്ടാതെ കടന്നു പോകും. നമ്മുടെ റെയിൽവേ പാളങ്ങളൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ കൂട്ടിമുട്ടാതെ കടന്നു പോയാൽ, അതായത് തുല്യ അകലത്തിൽ ഒരേപോലെ തന്നെ കടന്നു പോയാൽ അതിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും പാരലൽ ആയിരിക്കും. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി എന്ന് പറയും. അതായത് ഇത് തുല്യ അകലത്തിലായിരിക്കും. അതുപോലെ തന്നെ വേറെ സൈഡ് ഏതാണ്? എ ഡിയും ബി സിയും. എ ഡിയും ബി സിയും ഇതും പാരലായിരിക്കും. അപ്പൊ ഇതും പാരലാണ്, ഇതും പാരലാണ്. അതുകൊണ്ടാണ് ഇതിന് പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്ന് പറയുന്നത്. കേട്ടല്ലോ? ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതൊരു 5 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഈ എ ബി എന്ന് പറയുന്ന സൈഡ് 5 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ ഉറപ്പായിട്ടും സി ഡി എത്രയായിരിക്കും? 5 ആയിരിക്കും. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ എതിർവശങ്ങൾ തുല്യമായിരിക്കും. കേട്ടല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു 3 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്? സി ഡി. എ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്? ബി സി. 2 കാര്യങ്ങളൊക്കെ ആയില്ലേ? 2 കാര്യങ്ങളൊക്കെ ആയില്ലേ? ഇനി ഒരു ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിന്റെ ഈ മൂലകൾ ചേർത്ത് നമ്മളൊരു വര വരച്ചാൽ ഇങ്ങനെ, കേട്ടല്ലോ? ഇങ്ങനെ മൂലകൾ ചേർത്തൊരു വര വരച്ചാൽ ആ വരയെ പറയുന്ന പേര് വികർണം അല്ലെങ്കിൽ ഡയഗണൽ എന്നാണ്. അപ്പോൾ ഈ പാരലോഗ്രാമിന് എത്ര വികർണം അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കാം നമുക്ക്? ഇതൊരു ഡയഗണലാണ്. ഒരു ഡയഗണൽ കൂടി വരയ്ക്കാമല്ലോ. ഇതും ഒരു ഡയഗണലാണ്. അപ്പൊ നമുക്ക് 2 ഡയഗണൽസ് അല്ലെങ്കിൽ വികർണങ്ങൾ വരയ്ക്കാം. എന്താണ്? ഡയഗണൽസ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന പേര് വികർണം എന്നാണ്. ഏതൊക്കെയാണ് ഡയഗണൽസ്? എ സി ഒരു ഡയഗണലാണ്. അടുത്ത ഡയഗണൽ ഏതാണ്? ബി ഡി ഒരു ഡയഗണലാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് രണ്ടും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടില്ലേ? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ വെച്ച് ഈ ഡയഗണൽസ് എല്ലാം തുല്യമായിട്ട് ഭാഗിക്കപ്പെടും. അതായത് നോക്കിയേ, ഇത് മൊത്തം ഒരു 10 സെന്റിമീറ്റർ, 10 വേണം, ഇത് മൊത്തം ഒരു 8 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. എ മുതൽ സി വരെ 8 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഈ പോയിന്റിൽ വെച്ച് ഇത് 4 4 എന്ന് ഡിവൈഡ് ചെയ്തിരിക്കും തുല്യമായിട്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊത്തം ഒരു 4 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഏതാണ്? ബി ഡി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ 2ഉം ഇവിടെ 2ഉം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ വെച്ച് നമ്മൾ ഈ വരച്ച ഡയഗണലിനെ തുല്യമായിട്ട് അത് ഭാഗിച്ചിരിക്കും. മനസ്സിലായല്ലോ?
ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ടാണ് ഇതിന് പാരലോഗ്രാം എന്ന് പേര് വന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, ഈക്വൽ ആണ്. പിന്നെ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് അത് തുല്യമായി ഭാഗിക്കപ്പെടും. ഇത്രയും കാര്യങ്ങളുള്ളൂ സാമാന്തരികം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, വേഗം ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാനിവിടെ PQRS എന്ന് പറയുന്ന ഒരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ കാര്യം, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ അതെ ഇവിടെ 10 സെന്റിമീറ്റർ വന്നത് കാരണം ഇവിടെ എത്ര വരും, 10. ഇത്രേ ഉള്ളൂ. അടുത്തത് ഇവിടെ 6 വന്നത് കാരണം ഇവിടെ എത്രയായിരിക്കും, 6. അടുത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. നോക്കിയേ, ഡയഗണൽസിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് വെച്ച് അത് തുല്യമായിട്ട് ഭാഗിക്കും. അപ്പൊ ഇവിടെ 5 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്രയായിരിക്കും, 5. അതുപോലെ അടുത്ത ഡയഗണൽ അല്ലെങ്കിൽ വികരണം നോക്കിയേ, ഇവിടെ 3 ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇപ്പുറത്ത് എത്രയായിരിക്കും, 3 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ 2 ഡയഗണൽസ് ഉണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യപ്പെടും, അതായത് തുല്യമായിട്ട് ഭാഗിക്കപ്പെടും. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമുക്ക് അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 2 ടൈപ്പ് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസിന്റെ പേര് ആദ്യം നമുക്ക് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ. അങ്ങനെ 2 ട്രയാങ്കിൾസ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ സമഭുജ ത്രികോണവും സമപാർശ്വ ത്രികോണവും. 2 ടൈപ്പ് ട്രയാങ്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, മലയാളത്തിൽ പറയുന്ന പേര് സമഭുജ ത്രികോണം. രണ്ടാമത്തത് സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഈ ഒന്നാമത്തെ ടൈപ്പ് ട്രയാങ്കിളിനെ നോക്കാം. ഒരു ത്രികോണം എടുക്കുവാണ്, ഏതെങ്കിലും ഒരു ത്രികോണം. ആ ത്രികോണത്തിന്റെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ, 3 വശങ്ങളും തുല്യമാണെങ്കിൽ, ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. അപ്പൊ 3 സൈഡുകളുണ്ട് അല്ലെങ്കിൽ 3 വശങ്ങളുണ്ട്. ആ 3 വശങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്, ഇതിൻ്റെ അകത്ത് എല്ലാ സൈഡുകളും തുല്യം അല്ലേ. 3 സൈഡ്സ് ഈക്വൽ, 3 വശങ്ങളും തുല്യം. എന്താണ്, 3 വശങ്ങളും തുല്യം അല്ലേ. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത. എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. പക്ഷെ വേറൊരു ചെറിയ കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 3 സൈഡുകൾ മാത്രമല്ലായിരിക്കും ഈക്വൽ, ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള 3 ആംഗിളുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് 3 ആംഗിൾസ് അല്ലെങ്കിൽ 3 കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സൈഡുകളും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഈ 3 ആംഗിളുകളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും, 180 ഡിഗ്രി. ഇത് 3 ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞു. അത് 3 ഈക്വൽ ആണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വെച്ച് വരും, 60 60 60. അപ്പോൾ 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സമഭുജ ത്രികോണത്തിന്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്രയാണ്, ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ ഈക്വൽ, എല്ലാം 4 4 4 ആണെങ്കിൽ അതെന്ത് ട്രയാങ്കിൾ ആണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഇതിന്റെ 3 സൈഡുകളും ഈക്വൽ ആയാൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. 3 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 3 സൈഡുകളും 3 ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ ഒരെണ്ണം എത്ര ഡിഗ്രി വെച്ച് വരും, 60 60 60 എന്ന് വരും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്, എന്താണ് സമഭുജ ത്രികോണങ്ങൾ എന്നാണ്. എന്താണ്, 3 സൈഡുകൾ ഈക്വൽ ആയിരിക്കും, 3 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തത് സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റേതിന് 3 സൈഡുകളും ഈക്വൽ ആയിരുന്നില്ലേ, ഇവിടെ 3 ഈക്വൽ ആയിരിക്കില്ല,
രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും, ഒരെണ്ണം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ എന്താണ്? ടു സൈഡ്സ് അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് ആംഗിളുകളും അല്ലെങ്കിൽ രണ്ട് കോണുകളും ഈക്വൽ ആയിരിക്കും. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ. ഇതിൻ്റെ അകത്ത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡുകൾ ഇത് രണ്ടെണ്ണം അല്ലേ? അപ്പൊ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ താഴെ വരുന്ന ഈ രണ്ട് ആംഗിളുകളായിരിക്കും. അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റത് മൂന്നും ഈക്വൽ ആയതുകൊണ്ടാണ് 60 60 60 150 വന്നത്. ഇത് രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും, എത്രയാണെന്ന് പറയാൻ പറ്റൂല. ഇതൊരു 40 ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് എത്രയാണെന്ന് പറയാം? 40 ആണെന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ? ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡുകൾ മാത്രമല്ല, രണ്ട് കോണുകളും. അതെങ്ങനെയാണ്? ഈ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളുടെ താഴെ വരുന്ന ആംഗിൾ ഇത് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് ചിലപ്പോൾ ഇങ്ങനെ ചരിച്ചാണ് വരച്ചെങ്കിലോ? ഞാൻ പറഞ്ഞു ഈ രണ്ട് സൈഡുകളാണ് ഈക്വൽ. അപ്പൊ ഏതൊക്കെ ആംഗിളുകളായിരിക്കും ഈക്വൽ? ഈ സൈഡിന്റെ അറ്റത്ത് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന്റെ അറ്റത്ത് വരുന്ന ഈ ആംഗിൾ. മനസ്സിലായോ? വേണമെങ്കിൽ ഒരെണ്ണം തിരിച്ചിങ്ങോട്ട് വരച്ച് കാണിച്ചുതരാം. ഞാൻ പറഞ്ഞു ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാര്യം എന്താണ്? ഇതിന്റെ ഈ രണ്ട് സൈഡുകളാണ് ഈക്വൽ. അപ്പോൾ ഉറപ്പായിട്ടും ഈ സൈഡിന്റെ അറ്റത്ത് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന്റെ അറ്റത്ത് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഇക്വിലാറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണം, മൂന്ന് സൈഡുകളും മൂന്ന് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഒരു കോൺ എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി. അടുത്തത് മൂന്ന് ആംഗിളുകളും രണ്ട് ആംഗിളുകളും രണ്ട് സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. കേട്ടല്ലോ? ഇനി അതിന്റെ ഈക്വൽ സൈഡ് എവിടെ വരും? ഏതാണോ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ അതിന്റെ താഴെ ആയിരിക്കും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ വരുന്നത്. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ചോദ്യം നോക്കാം. വേഗം ശ്രദ്ധിച്ചു. അപ്പോൾ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ എളുപ്പമാണ്. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആംഗിൾ B എത്രയാണ്? ആംഗിൾ B ഏതാണ്? ഇതാണ്. ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇതിന്റെ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണ്. മൂന്ന് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണമാണെങ്കിൽ മൂന്ന് സൈഡ് മാത്രമല്ല, എന്തും കൂടി ഈക്വൽ ആയിരിക്കും, മൂന്ന് ആംഗിളുകളും കൂടി ഈക്വൽ ആയിരിക്കും. മൂന്ന് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ഒരാംഗിൾ എത്ര ഡിഗ്രി വെച്ച് വരും? 60 60 60. അപ്പൊ ആംഗിൾ B എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. ഇത്രേ ഉള്ളൂ. ഏത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ വന്നാലും ഏത് സമഭുജ ത്രികോണം വന്നാലും ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അടുത്ത് നോക്കിയേ, എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ ABC? ട്രയാങ്കിൾ ABCക്ക് എന്ത് പേര് പറയുന്നു? മൂന്ന് സൈഡുകളും മൂന്ന് ആംഗിളുകളും ഈക്വൽ ആണ്. അപ്പൊ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പേര് പറയും? സമഭുജ ത്രികോണം. ഇത്രേ ഉള്ളൂ. അടുത്ത ടൈപ്പ് നോക്കിയേ, വേഗം ശ്രദ്ധിച്ചോ. PQR ട്രയാങ്കിളിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് രണ്ടും 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഒരെണ്ണം 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണോ? അല്ല, രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പേരെന്താ നമ്മൾ പഠിച്ചത്? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരിക്കും ആംഗിൾ? ഇതാണ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ് അല്ലെ? അപ്പോൾ ഈ സൈഡിന്റെ താഴെ വരുന്ന ഈ ആംഗിളും ഈ സൈഡിന്റെ താഴെ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എത്രയായിരിക്കും? 50. ആംഗിൾ 6 ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ 6 എത്രയാണ്? 50 ഡിഗ്രി.
ഇനി പി ക്യു ആർ ഏത് തരം ത്രികോണമാണ്? വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ പി ക്യു ആർ? ട്രയാങ്കിൾ പി ക്യു ആർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ്? രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. എളുപ്പമല്ലേ? ഇതുപോലത്തെ മോഡലുകളായിരിക്കും ചോദിക്കുന്നത്. മൂന്ന് സൈഡും ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും മൂന്ന് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അത് ഇക്വലാറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇതേ അടുത്തയിലേക്ക് പോവാം. ഒരു സെറ്റ് കൂടിയേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതുകൂടി പറഞ്ഞു തീർത്ത് വേഗം നിർത്തിയേക്കാം. വേഗം ശ്രദ്ധിച്ചിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ്, വരയ്ക്കാൻ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. നമുക്ക് പഠിക്കാനുള്ള സാധനത്തിന്റെ പേര് ബൈസെക്ടേഴ്സ്. ബൈസെക്ടറുകൾ, മലയാളത്തിൽ പറയുന്ന പേര് സമഭാജികൾ എന്നാണ്. രണ്ട് ടൈപ്പ് ബൈസെക്ടേഴ്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് സമഭാജികളുണ്ട്. ഒന്നിന്റെ പേര് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, മലയാളത്തിൽ പറയുന്ന പേര് ലംബ സമഭാജി. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഒരു ലൈൻ, ഈ ലൈൻ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ്. ഇതിന്റെ കൃത്യം നടുക്കത്തെ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മൊത്തം 10 സെന്റിമീറ്റർ നീളമുള്ള ലൈനാണെങ്കിൽ ഇതിന്റെ കൃത്യം സെന്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെ? അപ്പൊ 5 സെന്റിമീറ്റർ മാറ്റി ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അതാണ് കൃത്യം അതിന്റെ സെന്റർ. ഈ സെന്ററിൽ കൂടി ഒരു വര കടന്നു പോവുകയാണെന്ന് വിചാരിച്ചോ. ഈ സെന്ററിൽ കൂടി ഇത് ഇങ്ങനെ ഒരു വര കടന്നു പോവുകയാണ്. ആ വര ഈ ലൈനിനെ രണ്ടായിട്ട് ഭാഗിക്കും, അതായത് ബൈസെക്ട് ചെയ്യും. ഈ 5 സെന്റിമീറ്ററിൽ കൂടി ഒരു വര ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ വര ഈ ലൈനിനെ രണ്ടായിട്ട് ഭാഗിക്കും. എങ്ങനെ ഭാഗിക്കും? രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. ഇതും 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ. ഈ ലൈനിനെ, ഈ നമ്മൾ വരച്ച ഈ ലൈൻ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുല്യമായിട്ട് ഭാഗിക്കുമെന്നാണ്. അങ്ങനെ തുല്യമായിട്ട് ഭാഗിക്കുന്നത് കൊണ്ട് ഇതിനെ ബൈസെക്ടർ എന്ന് വിളിക്കാം. പക്ഷെ അത് വെറും ബൈസെക്ടർ അല്ല, ഇത് കട്ട് ചെയ്ത് പോകുന്നത് 90 ഡിഗ്രി ആംഗിളിലാണ്. അതുകൊണ്ട് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ലംബമായിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ലംബ സമഭാജി എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ പറയാം. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു വരയെ തുല്യമായിട്ട് ഭാഗിക്കുന്ന, ശ്രദ്ധിച്ച്, ഒരു വരയെ തുല്യമായിട്ട് ഭാഗിക്കുന്ന വേറൊരു വരയിനെ പറയുന്ന പേരാണെന്ത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അതായത് ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അതാണെന്ത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഒരു വരയെ തുല്യമായിട്ട് ഭാഗിച്ചാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അല്ലെങ്കിൽ ലംബ സമഭാജി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതിന്റെ പേര് ആംഗിൾ ബൈസെക്ടർ എന്നാണ്. എന്താണ്? ആംഗിൾ ബൈസെക്ടർ, മലയാളത്തിൽ കോൺ സമഭാജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ആംഗിള് മൊത്തം 40 ഡിഗ്രിയാണ്. ഈ ആംഗിളിന്റെ പകുതി എത്രയാണ്? 20 ഡിഗ്രി, അല്ലെ? അപ്പോൾ 20 ഡിഗ്രിയിൽ കൂടി ഇങ്ങനെ ഒരു വര പോവുകയാണെങ്കിൽ ഈ വരയിനെ പറയുന്ന പേരാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ, അല്ലെങ്കിൽ കോൺ സമഭാജി. കാര്യം എന്താണ്? ഈ വര ഈ ആംഗിളിനെ 20 ഡിഗ്രി 20 ഡിഗ്രി എന്ന് കട്ട് ചെയ്യും, അല്ലെ? കോണിനെ തുല്യമായിട്ട് ഭാഗിച്ചാൽ അത് ആംഗിൾ ബൈസെക്ടർ, വരയെ തുല്യമായിട്ട് ഭാഗിച്ചാൽ അതെന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മനസ്സിലായ? ഒരു വരയെ തുല്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി. ഒരു കോണിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ അതെന്താണ്? ആംഗിൾ ബൈസെക്ടർ, അല്ലെങ്കിൽ കോൺ സമഭാജി. ആ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരയ്ക്ക് പറയുന്ന പേരാണ് ആംഗിൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ വര ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കും. അതുകൊണ്ട് ഈ വരയ്ക്ക് പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അല്ലെങ്കിൽ ലംബ സമഭാജി. അതുപോലെ ഈ കോണിനെ വരച്ചിരിക്കുന്ന വര രണ്ട് തുല്യ ഭാഗങ്ങളായി ഭാഗിക്കും. അതുകൊണ്ട് അതിനെ ആംഗിൾ ബൈസെക്ടർ, അല്ലെങ്കിൽ ലംബ സമഭാജി എന്ന് പറയും. കേട്ടല്ലോ? ഇത് വരയ്ക്കാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ചേക്കാം, എളുപ്പമാണ്. അപ്പോൾ ഒന്നാമത്തത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ശ്രദ്ധിച്ചോ?
അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പഠിക്കാൻ പോവുകയാണ്. എന്താണ് വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈനിനെ വേറൊരു ലൈൻ തുല്യമായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി കൂടിയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇതാണെന്ത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി. കേട്ടല്ലോ? ഇതെങ്ങനെയാണ് വരയ്ക്കണം എന്ന് നോക്കാം. ദേ ശ്രദ്ധിച്ചേ, നമുക്ക് AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനാണ് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ മാറ്റി ഒരു വര വരയ്ക്കാം, സമ്മതിച്ച്. പക്ഷേ അങ്ങനെ വരച്ചാൽ പോരാ. ഇപ്പം നിങ്ങളോട് പറയുവാണ് ഇത് 5.5 സെൻറ്റിമീറ്ററിലുള്ള ഒരു വരയാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ പകുതി എത്ര വരും? 5.5 എന്ന് പറയുന്ന ഈ വരയുടെ പകുതി എത്ര വരും? 2.75 വരില്ലേ? 2.75 വരും. ഈ 2.75 നമുക്ക് സ്കെയിലിൽ വെച്ച് കുത്തിടാൻ പറ്റുമോ? 2.75 ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. ദേ കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തിട്ട് ദേ ഈ ഒരു സൈഡിൽ കുത്തണം. ഒരു സൈഡിൽ എയിൽ കുത്തണം. എയിൽ കുത്തിട്ട് ഇതൊന്ന് വലിച്ചു നീട്ടി ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കണം. അതായത് ഇവിടെ കുത്തി ഇതിങ്ങനെ വലിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ വലുതാക്കി ഏകദേശം പകുതി കൂടുതൽ ഇവിടെയൊക്കെ കൊണ്ടുവരാം. പകുതി കൂടുതൽ എടുത്താൽ മതി. എന്നിട്ട് ഇവിടെ കുത്തി, അതായത് ഇത്രയും നിങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുവാണ് നമ്മൾ. അതായത് ഇവിടെ കുത്തി ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുവാണ്. എങ്ങനെയാണ്? ഇവിടെ കുത്തി കോമ്പസ് വലിച്ചത് ഇത്രയും കൊണ്ടുവന്നു. പകുതി കൂടുതൽ എന്തായാലും കൊണ്ടുവരണം. എന്നിട്ട് ഇത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അളവ് മാറാതെ തന്നെ അത് ഇങ്ങനെ കൊണ്ടുവന്നത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ഇവിടെ കുത്തിയത് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. കറക്റ്റാണേ. ഇനി ആ അളവ് മാറരുത്. ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന അളവ് മാറരുത്. അതുകൊണ്ടൊന്ന് ഇപ്പുറത്ത് കുത്തണം. ഇപ്പുറത്ത് കുത്തിയിട്ട് ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഈ ആർക്കും കംപ്ലീറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു അളവ് ഇവിടെ എടുത്തു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. അളവ് മാറാതെ ഇതെടുക്കുക, ഇപ്പുറത്ത് കുത്തുക, എന്നിട്ട് ഇത് വരയ്ക്കുക, ഇത് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഈ രണ്ട് വരകളൊന്നും കൂടി അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. കൃത്യമായിട്ട് യോജിപ്പിക്കണം കേട്ടോ. ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മറപ്പി. ഇത്രേ ഉള്ളൂ. ഇതും കൂടി വരച്ചാൽ ഈ വരയാണെന്ത്? ഇപ്പം നമ്മൾ വരച്ച ഈ വരയാണെന്ത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ദേ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചോ. അപ്പോൾ വേഗം ക്വസ്റ്റ്യൻ വായിച്ചത് എന്താണ്? ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 10.5 സെൻറ്റിമീറ്റർ, ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എന്താണ്? 10.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അല്ലെങ്കിൽ രേഖ വരച്ച് ലംബ സമഭാജി വരയ്ക്കുക. അതായത് നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? 10.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വേണം, അതിൻ്റെ ലംബ സമഭാജി വരയ്ക്കണം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കണം. 10.5 സെൻറ്റിമീറ്ററിലൊരു വര വരയ്ക്കണം. ഒരു വര വരയ്ക്കണം 10.5 സെൻറ്റിമീറ്റർ. അതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, എ ബി. 10.5ൻ്റെ പകുതി എത്ര വരും? 5.25 എന്ന് വരും അല്ലേ? അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് കുത്തിടാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റപ്പ് എടുക്കേണ്ടത്. എന്താണ് നേരത്തെ പറഞ്ഞ സെറ്റപ്പ്? നമ്മുടെ കോമ്പസ് എടുക്കുക. അയ്യോ, കോമ്പസ് കണ്ടില്ല. ആ കിട്ടി. കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ദേ ഇവിടെ കുത്തണം. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കുത്തി പകുതി കൂടുതൽ എടുക്കണം. ഇത് ഏകദേശം ഇവിടെയൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. അളവ് മാറാതെ തന്നെ ഇത് എടുത്തുകൊണ്ട് പോയി ഇവിടെ കുത്തണം. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം, ഇവിടെയും കംപ്ലീറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതും കൂടി ജോയിൻ ചെയ്താൽ മതി. ഇത് ഇങ്ങനെ. അപ്പോൾ ഈ വരെയാണെന്ത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി. എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം കൂടിയാവുള്ളൂ. എന്താണ്? ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ കോൺ സമഭാജി. എളുപ്പമല്ലേ? ദേ അത് വരച്ചേക്കാം. അതുകൂടി കഴിഞ്ഞു ഈ ചാപ്റ്റർ. അപ്പോൾ ദേ അടുത്തത് ആംഗിൾ ബൈസെക്ടർ. ശ്രദ്ധിച്ചോ. അപ്പോൾ അടുത്ത വരയ്ക്കാനുള്ളത് ആംഗിൾ ബൈസെക്ടർ ആണ്, കോൺ സമഭാജിയാണ്. എന്തായിരുന്നു ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ കോൺ സമഭാജി? ഒരു കോണുണ്ട്. ഇതിപ്പോൾ ഒരു 40 ഡിഗ്രി ആണെന്ന് വെച്ചു. ഇതിൻ്റെ കൃത്യം പകുതിയിലാക്കി വരയ്ക്കുന്ന ഒരു വര. ഇതപ്പോൾ എത്രയായിരിക്കും? 20. ഇതും എത്രയായിരിക്കും? 20. ഇതിനെയാണ്, ഈ വരയിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കോൺ സമഭാജി അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇത് വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. വളരെ എളുപ്പമുള്ളൊരു രീതിയാണ്. ശ്രദ്ധിച്ചേ. നമുക്ക് ഇത് ഇവിടെയുള്ള ഒരു ആംഗിൾ ഇങ്ങനെ തരും. ഇതിപ്പോൾ ഒരു 45 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ.
നേരത്തെ എടുത്ത പോലെ 40 ഡിഗ്രിയുടെ പകുതി 20 ആണെന്ന് നമുക്കറിയാം. അത് പ്രൊട്രാക്ടർ വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് ഞാൻ പറയുവാണ്, ഇതൊരു 45 ഡിഗ്രിയാണ്. ഇവിടെ എഴുതുന്നില്ല, വരയ്ക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ്. 45ന്റെ പകുതി എത്ര വരും? 40ന്റെ പകുതി 20 ആണ്, 5ന്റെ പകുതി 2.5 ആണ്. അപ്പോൾ 45ന്റെ പകുതി 22.5 വരും. അതായത് ഒരു വര വരച്ചാൽ അത് 22.5 കട്ട് ചെയ്യണം. അത് നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമോ? പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് 22.5 കൊണ്ട് കുത്തിടാൻ പറ്റുമോ? ഇല്ല. ആ കേസുകളിലാണ്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനും നമുക്ക് എന്ത് വേണം? കോമ്പസ് വേണം. ശ്രദ്ധിച്ചോളണം, എളുപ്പമാണ് മറ്റതുപോലെ തന്നെ. ശ്രദ്ധിച്ചേ, ആദ്യം നിങ്ങളിത് ഇവിടെ കുത്തണം. ഇവിടെ കുത്തിയിട്ട് ഏകദേശം ഒരു 1 സെന്റിമീറ്റർ ഒക്കെ മതി. 1 സെന്റിമീറ്റർ ഒക്കെ മതി കേട്ടല്ലോ. 1 സെന്റിമീറ്റർ, ഇത് ഇത്രയൊക്കെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കണം. വെറുതെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ആംഗിൾ എടുത്ത് വരച്ചിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ആംഗിൾ വരയ്ക്കും. എന്നിട്ട് 1 സെന്റിമീറ്റർ ഏകദേശം എടുത്തിട്ട് ഇവിടെ കുത്തി ഇങ്ങനെ ഒരു വര വരയ്ക്കും. അപ്പൊ തൊട്ടടുത്ത് ഇതുപോലെ ഒരു വര വരയ്ക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അകത്തിക്കും. ഒരു 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ ഒക്കെ അകത്തിക്കും. അത് എത്ര വേണമെങ്കിലും അകത്തിക്കും. പിന്നെ അത് മാറ്റരുത്, അത്രേ ഉള്ളൂ. ആദ്യം എത്രയാണോ എടുത്തത് അത്രയും തന്നെ. ഇപ്പൊ ഞാൻ ഈ അളവാണ് എടുത്തിരിക്കുന്നത്. ഈ അളവ് പിന്നെ മാറ്റരുത്. ഇനി ഇവിടെ നോക്കിയേ, ഈ 2 വരകളിലും ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ കുത്തണം. അതായത് ആദ്യം ഇവിടെ കുത്തി, അപ്പൊ ഞാൻ ഈ അളവാണ് എടുത്തത്. ആദ്യം ഇവിടെ കുത്തി, എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഈ അളവ് ഞാൻ മാറ്റുന്നില്ല, വീണ്ടും ഇവിടെ കുത്തി ഈ ആർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇവിടെ കുത്തി ഒരു വര വരച്ചു, അളവ് മാറാതെ തന്നെ ഇപ്പുറത്ത് കുത്തി ഒരു വര വരച്ചു. എന്നിട്ട് ഇവിടെ കൂടി ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാ ചെയ്തത് നോക്കി. ഒരു ആംഗിൾ ഉണ്ട്, ഒരു 1 സെന്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് ഇവിടെ കുത്തി ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. ഇനി നമ്മളിതൊന്ന് വലുതാക്കി ഒരു 4, 5, 6 സെന്റിമീറ്റർ കൊണ്ടുവന്നു, ഇത്തിരി വലുതാക്കി. എന്നിട്ട് ഇവിടെ കുത്തി ഇവിടെ ഒരു വര വരച്ചു. പിന്നെ അളവ് മാറരുത്. ഇവിടെ കുത്തി ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ ജോയിൻ ചെയ്തു. ഇതാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എഴുതിയേക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക എന്നും പറഞ്ഞല്ലായിരിക്കും ചോദിക്കുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഡ്രോ ആൻ ആംഗിൾ മെഷർ ഓഫ് 27.5 ഡിഗ്രി. 27.5 ഡിഗ്രി എന്ന കോണളവ് വരയ്ക്കുക. എന്താണ്? 27.5 ഡിഗ്രി. പ്രൊട്രാക്ടർ എടുത്ത് കുത്തി വെച്ച് 27.5 കുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ 27.5 ഡിഗ്രി, 27 ഡിഗ്രിനെ ഇങ്ങനെ എഴുതാമല്ലോ, 77.5 എന്ന് എഴുതാം. ഇതിൻ്റെ ഇരട്ടി എടുക്കണം. ഇതിൻ്റെ ഇരട്ടി അറിയാവുന്നവർ കൃത്യമായിട്ട് അത് തന്നെ എടുത്ത് വെച്ച് അങ്ങോട്ട് ചെയ്തു. 27.5 ഡിഗ്രിയുടെ ഇരട്ടി എടുക്കണം. 27.5 ഡിഗ്രിയുടെ ഇരട്ടി എത്ര വരും? 55 ഡിഗ്രി എന്ന് വരും. ഇനി ഇങ്ങനെ പെട്ടെന്ന് ഡിഗ്രി ഇരട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, 27.5 എഴുതുക. ഒന്നുകൂടി 27.5 എഴുതുക. എന്ത് ചെയ്യുക? രണ്ടും കൂടി കൂട്ടുക. 5 5 10, 0 ശിഷ്ടം 1, 7 7 14, 1 15, വീണ്ടും ശിഷ്ടം 1, 2 2 4 1 5. ഇതേ കൃത്യമായിട്ട് ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവന്നിടുക. അപ്പോൾ എത്രയാണ്? 55 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഒരു വര ഇങ്ങനെ വരച്ചിട്ട് പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെച്ച് 55 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, കോമ്പസ് എടുക്കുക, 1 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസ് വീണ്ടും കാണാനില്ല ഗൈസ്, കിട്ടി. എന്ത് ചെയ്യുക? 1 സെന്റിമീറ്റർ എടുക്കുക. ഏകദേശം 1 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ കുത്തുക. എന്താണ്? ഇവിടെ കുത്തി ഏറ്റവും അടുത്ത് ഇതുപോലെ ഒരു വര വരയ്ക്കുക. ഇവിടെ കുത്തുക, ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പോൾ ഇത് കൂട്ടിമുട്ടിയ 2 പോയിന്റുകൾ കിട്ടും. കിട്ടിയോ? കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് വലുതാക്കുക. 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇത്തിരി വലുതായിരിക്കണം എന്നുള്ളൂ. എന്നിട്ട് ഇവിടെ കുത്തുക, ഇവിടെ കുത്തുക, ഇവിടെ കുത്തി ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഈ അളവ് മാറരുത്. അത് തന്നെ എടുത്ത് ഇപ്പുറത്ത് കുത്തുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ഇതാണ് എത്ര? ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിൾ എത്രയായിരിക്കും? 27.5 ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 27.5 ആയിരിക്കും. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ. കേട്ടല്ലോ? അപ്പോൾ ഇത് ഓടിച്ച് പഠിക്കാതെ
നിങ്ങൾ വേറൊരു പരിപാടിക്കും പോകരുത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ചെറുതാക്കി ഇത് ഇത്രയാക്കി തന്നിട്ടുണ്ട്. കേട്ടല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാർട്ട് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, ബൈ.